SFI അന്വേഷണത്തിനെതിരെ എക്സാലോജിക്കിന്റെ ഹർജി സ്റ്റേ ആവശ്യപ്പെട്ടാണ് കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത്. ഹർജി കർണാടക ഹൈക്കോടതി നാളെ പരിഗണിച്ചേക്കും. VS അനുരാഗ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. അനുരാഗ്, ഹർജിയിൽ പറയുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് കർണാടക ഹൈക്കോടതിയിൽ എക്സാലോജിക് കമ്പനി ഹർജി നൽകിയിരിക്കുന്നത്. രാവിലെയാണ് ഈ ഹർജി നൽകിയത്. കേന്ദ്ര സർക്കാരും SFIO ഡയറക്ടറുമാണ് ഹർജിയിലെ എതിർകക്ഷികൾ. മനു പ്രഭാകർ കുൽക്കർണി എന്ന അഭിഭാഷകൻ മുഖേനയാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത്. കർണാടക ഹൈക്കോടതി നാളെ പരിഗണിച്ചേക്കും. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തടക്കം SFIOയുടെ അന്വേഷണം നടന്നിട്ടുണ്ടായിരുന്നു. അനാവശ്യ വ്യഗ്രതയോടെയാണ് ഈ അന്വേഷണം നടക്കുന്നത് എന്നുള്ളത് ഇടത് നേതാക്കളൊക്കെയും പ്രതികരിച്ചിട്ടുമുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ AK ബാലന്റെ പ്രതികരണം കൂടി വന്നിട്ടുണ്ടായിരുന്നു. വലിയ കുരുക്കുണ്ടാക്കി മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും കുടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ കേസിൽ നീതിയുക്തമായ അന്വേഷണം നടന്നാൽ കുടുങ്ങാൻ പോകുന്നത് UDF നേതാക്കളായിരിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. കാരണം ഇതിൽ ആ തരത്തിലുള്ള ഒരു കാര്യം കൂടിയുണ്ട്. കാരണം പണം വാങ്ങിയത് UDF നേതാക്കളാണ് എന്ന കാര്യം അവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ UDF നേതാക്കളായിരിക്കും കുടുങ്ങാൻ പോകുന്നത് എന്ന് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല 12-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഹൈക്കോടതി പരിഗണിക്കാൻ കൂടി ഇരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള അന്വേഷണം SFIO നടത്തുന്നത് എന്നുള്ളതാണ്. എന്തായാലും കേസിൽ ആശങ്ക ഉള്ളത് കൊണ്ടല്ല, കേന്ദ്ര ഏജൻസി എവിടെ വന്നാലും കുടുങ്ങാൻ പോകുന്നത് UDF ആയിരിക്കുമെന്നാണ് AK ബാലൻ പ്രതികരിക്കുന്നത്. അന്വേഷണ ഏജൻസി ആർക്കും ഭയമില്ല. എന്തായാലും നീതിയുക്തമായ അന്വേഷണം നടക്കണമെന്നുള്ള കാര്യം തന്നെയാണ് AK ബാലൻ വ്യക്തമാക്കി വയ്ക്കുന്നത്. ശരി, അനുരാഗാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദമായ വിവരങ്ങൾ നൽകിയത്.